ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ ബിസിനസ് ലോൻ്റെ മൊഡ്യൂൾ 5 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. അതായത് ഇവിടെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവുകൾ, അതുപോലെ തന്നെ ചിന്തകൾ, ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഐഡിയ, ഒരു പ്രൊഡക്റ്റോ സർവീസോ എന്തെങ്കിലും മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ള വ്യക്തികൾ കോപ്പിറൈറ്റ് അത് മോഷ്ടിക്കാതിരിക്കുക എന്ന് ഉറപ്പ് വരുത്താനുള്ള ഒരു റൈറ്റാണ് ഇത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കഴിവ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടാക്കുമ്പോൾ അത് മറ്റുള്ള വ്യക്തികൾ പകർത്തുക അല്ലെങ്കിൽ കോപ്പി അടിക്കുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പം ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻസ്റ്റയിൽ നിന്ന് ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് വന്നാൽ കോപ്പിറൈറ്റ് എന്ന് കാണിക്കും. കാരണം എന്താ, അതൊരു വേറൊരു വ്യക്തിയുടെ വീഡിയോ, വേറൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ളൊരു വീഡിയോ വേറൊരു വ്യക്തി എന്ത് ചെയ്യാണ്, അപ്ലോഡ് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ എന്ത് ചെയ്യുന്നു, തട്ടിയെടുത്തുകൊണ്ട് അയാൾ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ അതിനെ കോപ്പിറൈറ്റ് എന്നൊക്കെ പറയാൻ പറ്റും. ഈ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീൻ്റെ റൈറ്റ്സ് സംരക്ഷിക്കുന്നത് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റുകളാണ്. അതായത് നമുക്കത് അധികം ഉള്ളിൻ്റെ ഉള്ളിലായിരിക്കും. അതായത് ട്രേഡ് മാർക്ക്, പേഷ്യൻ്റ്, കോപ്പിറൈറ്റ്, ഇൻഡസ്ട്രി ഡിസൈനുകൾ. ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പോപ്പുലറായിട്ടുള്ള ഇൻഫ്ലുവൻസർ ഉണ്ടാകുന്നു. അപ്പോൾ അയാളുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. ഓൾറെഡി ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ട്രേഡ് മാർക്ക് ഉണ്ടാക്കും. കാരണം ഇത് ഇന്ന വ്യക്തിയുടെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അത് വീഡിയോ യൂട്യൂബിൽ വേറൊരു വ്യക്തി അപ്ലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവിടെ കോപ്പിറൈറ്റും കാണിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് മനസ്സിലാക്കാം, അതായത് ഒരു വ്യക്തിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള വ്യക്തികൾ തട്ടിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റുകൾ കാണിക്കും. അപ്പോൾ ഇതിനെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻ്റർനാഷണൽ പേഴ്സ്പെക്റ്റീവിലുള്ള ഈ ഒരു IPR റൈറ്റ്സ്. അതായത് നമ്മുടെ ഈ ഒരു ലോകം മുഴുവനും എന്താണ്, ഓരോ മനുഷ്യന്മാർ അവരുടെ കഴിവുകളും അതുപോലെ തന്നെ കഠിനാധ്വാനങ്ങളും ചിന്തകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ പുതുതായിട്ടുള്ള ഓരോ ക്രിയേഷൻസ് മേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ ഒരു IPR റൈറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻ്റർനാഷണൽ വൈസിലെ എല്ലാ രാജ്യങ്ങളും ഈ ഒരു IPR റൈറ്റിൻ്റെ നിയമങ്ങൾ അവിടെ എല്ലാ രാജ്യങ്ങളിലും അതിനനുസരിച്ചിട്ടുള്ള നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളും നമുക്ക് ഈ ഒരു IPRൻ്റെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ മറ്റുള്ള രാജ്യങ്ങൾ തമ്മിൽ ഒരു കോപ്പറേഷൻ ഉണ്ടാവാനുള്ള നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങൾക്ക് ഒത്തുചേർന്ന് ഒരു അഗ്രിമെൻറ്റിൽ ചേരാനുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇന്ത്യയിലുള്ള വ്യക്തി എന്ത് ചെയ്യുന്നു, ഒരു നോവൽ പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ ലണ്ടനിലും കാനഡയിലും ഈ 3 രാജ്യങ്ങളിൽ അയാൾ എന്ത് ചെയ്യുന്നു, പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അയാൾക്ക് ഓൾറെഡി ആ ഒരു ഇൻ്റർനാഷണൽ ആ ഒരു രാജ്യത്ത് അയാൾക്ക് എന്തായാലും IPR റൈറ്റ്സ് കിട്ടും. കാനഡയിലും ഇംഗ്ലണ്ടിലും അയാൾക്ക് ഓൾറെഡി അവിടെ എന്ത് ചെയ്യുന്നു, ഒരു അഗ്രിമെൻറ്റിൽ അവർ ഈ ഒരു ഇന്ത്യക്കാരും മറ്റുള്ള രാജ്യങ്ങളും ചേർന്നിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിട്ട്, ഒരു കോപ്പറേഷൻ ഉണ്ടായിട്ട് അവിടെ IPR റൈറ്റ് കൊണ്ടുവരികയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ മറ്റുള്ള രാജ്യങ്ങളിൽ IPR റൈറ്റ്സ് കൊണ്ടുവരികയാണ്. അതിൻ്റെ മേലും നിയമങ്ങൾ ചുമത്താണ്. അതായത് കോപ്പിറൈറ്റ്, പാറ്റൻസ്, ട്രേഡ് മാർക്ക് ഇതൊന്നും കോപ്പി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ ഒരു നിയമം കൊണ്ടുവരികയാണ്. അവിടെ ഓൾറെഡി ഓരോ രാജ്യങ്ങളും IPR റൈറ്റ് ഉണ്ട്. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വന്നിട്ട് അവകാശികളുടെ സമ്മതമില്ലാതെ കോപ്പിറൈറ്റ് ഒക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു അഗ്രിമെൻറ്റ് ഫോം ചെയ്തിട്ട് ഈ ഒരു IPR റൈറ്റ് സൃഷ്ടിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ, അതായത് WIPO. അതായത് യുണൈറ്റഡ് നേഷൻ്റെ ഒരു പ്രധാന ഏജൻസി ഓർഗനൈസേഷനാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു WIPO എന്ന് പറയുന്നത്. ഇതിൻ്റെ കടമ അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ലോകമെമ്പാടും എന്താണ്, ഓരോ വ്യക്തികളും ഓരോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ മേലിലേക്ക് ഒരു സേഫ്റ്റി, അതായത് പേഷ്യൻ്റ് അതുപോലെ തന്നെ കോപ്പിറൈറ്റ് ഇതൊന്നും വരാതെ അതിൻ്റെ മേലൊരു സേഫ്റ്റി നിർബന്ധമാക്കലും അതുപോലെ തന്നെ അവർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തതാണ് ഈ വേൾഡ് വൈഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്.
ഇവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. ഈ ഒരു WIPOന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, അതായത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു പാറ്റന്റ് ഉണ്ടാക്കിയെടുക്കുക, ഒരു അഗ്രിമെന്റ് മേക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ മാക്സിമം ഇനിയും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഓരോ വ്യക്തികളുടെയും കഴിവിനെയും അവരുണ്ടാക്കിയിട്ടുള്ള ക്രിയേറ്റേഴ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ സേഫ്റ്റി ആക്കി വെക്കാനും, ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. സേഫ്റ്റി ആക്കി വെക്കാനുള്ള ഒരു ഏജൻസിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഒരു വിപ്പോ നൽകുന്ന സർവീസുകൾ, സേവനങ്ങളൊക്കെ എന്തൊക്കെയാണ്? അതായത് പേഷ്യൻ്റ് കോപ്പറേഷൻ തിയറി, അതായത് മറ്റുള്ള രാജ്യങ്ങളിലെ പേഷ്യൻസ് എടുത്തു കൊടുക്കുന്നു. നെക്സ്റ്റ് മാറ്റഡ് സിസ്റ്റം, അതായത് ഇൻ്റർനാഷണൽ ആയിക്കൊണ്ട് വേൾഡ് മൊത്തമാക്കി ആയിക്കൊണ്ട് നമ്മൾ ട്രേഡ് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ഹാഗ്യോ സിസ്റ്റം, ഇൻഡസ്ട്രിയിൽ നമ്മൾ ഡിസൈനുകൾ ഉണ്ടാവുമല്ലോ അത് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇന്ത്യയിലുള്ള ക്രിയേറ്റർക്ക് ഇപ്പോൾ അമേരിക്കയിൽ, കാനഡയിൽ, ജപ്പാൻ ഇവിടെയൊക്കെ പേഷ്യൻ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വിപ്പോ അതിന് വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിനാണ് എന്ത് വിപ്പോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് വിപ്പോൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ടൈപ്പുകളാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പേറ്റന്റ്. പേറ്റന്റ് പറയുന്നത് പുതിയതോ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ പ്രയോജനമായിട്ടുള്ള ഓരോ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവും. അതിന് നിയമപരമായിട്ടുള്ള ഇന്റലക്ച്വൽ റൈറ്റ്സ്, അവകാശങ്ങൾ കൊടുക്കുന്നതാണ് എന്ത് പേറ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോവാലിറ്റി, അതായത് പുതിയതോ അല്ലെങ്കിൽ നമുക്ക് ഫലപ്രദമായിട്ടുള്ളതോ ആവണം. ദെൻ ഇത് നമുക്ക് 20 വർഷത്തോളം യൂസ് ചെയ്യാൻ പറ്റണതാവണം, 20 വർഷം വാലിഡിറ്റി ഉണ്ടായിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതും ആവണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് എനർജി സേവ് ചെയ്യാനുള്ള വല്ല പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുകൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ പുതിയതോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതോ. നെക്സ്റ്റ് ട്രേഡ് മാർക്കാണ്. അതായത് ഒരു ബിസിനസ്സിന്റെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസുകൾ ഇത് ഈ ഒരു കമ്പനീൻ്റെയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ലോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിഹ്നങ്ങൾ അല്ലെങ്കിൽ പേര്, അതിനെയാണ് എന്ത് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏത് കമ്പനീൻ്റെയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രേഡ് മാർക്ക് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് പുതുക്കാനൊക്കെ പറ്റും. ഇത്രയും ട്രേഡ് മാർക്ക് ഉള്ളത് കാരണം പുതുക്കിയെടുക്കാനൊക്കെ പറ്റുന്നു. ദെൻ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ കൺഫ്യൂഷൻ കുറക്കാൻ പറ്റും. കാരണം ഒരു പ്രൊഡക്റ്റിൻ്റെ പേരിൽ കുറേ ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാകുമ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ലോഗോ, ചിഹ്നങ്ങളൊക്കെ ഈ ഒരു ബിസിനസ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ഒരു കമ്പനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ കൺഫ്യൂഷൻ കുറക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൈക്ക, അമുല്, അതുപോലെ തന്നെ അഡിഡാസ്, ഇതൊക്കെ ബ്രാൻഡ് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതിനാണ് ഇത് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ പകർപ്പവകാശം. അതായത് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ഈ സിനിമ, അതുപോലെ തന്നെ കൃതി, നോവല്, കഥകൾ ഇതൊക്കെ സൃഷ്ടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സർക്കാർ അവർക്ക് നിയമപരമായിട്ടുള്ള ഒരു അവകാശം കൊടുക്കും. ഈ ഒരു അവകാശം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു കൃതി, ഫിലിം ഇവരുടെ സമ്മതമില്ലാതെ വേറൊരാൾക്ക് അത് കോപ്പിറൈറ്റ് ചെയ്യാൻ പറ്റില്ല, കൈവശം വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി അയാളുടെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫിലിമോ അല്ലെങ്കിൽ ഒരു കഥയോ ഒരു നോവലോ എന്തെങ്കിലും എഴുതാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അവകാശം ആ ഒരു വ്യക്തിക്ക് മാത്രമാണ്, വേറൊരാൾക്കും അത് കോപ്പിറൈറ്റ് ചെയ്യാനുള്ള അവകാശമില്ല. നെക്സ്റ്റ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്. അതായത് ഒരു പ്രത്യേക ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റുകളോ ഒക്കെ ആവാം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു, ഇൻ്റലക്ച്വൽ പ്രൊട്ടക്ഷൻ റേറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാലക്കാടൻ മട്ടരി, അതുപോലെ തന്നെ ഡാർജിലിംഗ് ടീ, ആലപ്പുഴയിലുള്ള കയറ്, ഇതൊക്കെ എന്താണ് ചില ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുക്കളാണ്. അപ്പോൾ ഇതിൻ്റെ മേലിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ റൈറ്റ്സ്, അവകാശങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ദെൻ അഞ്ചാമതാണ് ഇൻഡസ്ട്രിയൽ ഡിസൈന്. അതായത് ഒരു പ്രൊഡക്റ്റിനെ പുറമേ നിന്ന് കാണുമ്പോൾ അതിനൊരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈന് അത് മേക്ക് ചെയ്ത് ക്രിയേഷൻ ചെയ്ത വ്യക്തികൾക്ക് മാത്രം എന്തുള്ളതാണ്, കൈവശം വെക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മേലൊരു അവകാശം, അതായത് റൈറ്റ്സ് കൊണ്ടുവരിക, മറ്റുള്ള വ്യക്തികൾ ആ ഒരു ക്രിയേഷൻ തട്ടിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് കൊണ്ടുവരിക. അത്തരം യുണീക്ക് ആയിട്ടുള്ള ഡിസൈനുകളൊക്കെ സംരക്ഷിക്കുന്ന ഒരു റൈറ്റാണ് എന്ത്, ഇൻ്റലക്ച്വൽ റൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ
പേറ്റന്റിൽ എങ്ങനെയാണ് നമ്മളോട് എന്താണ് സംരക്ഷിക്കുന്നത്? പുതിയ ഇൻവെൻഷൻസ്, പുതിയ യന്ത്രങ്ങൾ, അതായത് പുതുതായിട്ടുള്ള ക്രിയേഷൻസ് ആണ്. ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 20 വർഷം വരെയാണ്. ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബിസിനസ്, ഒരു സ്ഥാപനമായിരിക്കും. അപ്പോൾ ഇതാണ് ഒന്നാമത്. അതിൻ്റെ ഉദാഹരണം പറയുമ്പോൾ ഒരു പുതിയ യന്ത്രം. ദെൻ രണ്ടാമത് ട്രേഡ് മാർക്ക്. ട്രേഡ് മാർക്കിൽ എന്താണ് സംരക്ഷിക്കുന്നത്? ആ ഒരു കമ്പനീൻ്റെ പേര് അല്ലെങ്കിൽ ആ ഒരു ചിഹ്നം, ഇതാണ് സംരക്ഷിക്കുന്നത്. അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 10 വർഷം നമുക്ക് പുതുക്കണം. 10 വർഷം അല്ലെങ്കിൽ അതിൻ്റെ മേലെ പുതുക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് നൈക്ക അല്ലെങ്കിൽ അമുല, അഡിഡാസ്, അങ്ങനെ. ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഒരു സ്ഥാപനം തന്നെ ആയിരിക്കും, കാരണം ട്രേഡ് മാർക്കാണല്ലോ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ളതാണ്. അവിടെ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു വാലിഡിറ്റി ഇല്ല, അത് നമുക്ക് അവസാനം വരെ യൂസ് ചെയ്യാം. അതിൻ്റെ ഓണർ എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും അതിൻ്റെ ഓണറാണ് എന്നാണ് പറയണത്. പിന്നെ ഇതിൽ പറയുന്നത് അതിൻ്റെ സംരക്ഷണം എന്താണ്? നമ്മുടെ ജിയോഗ്രഫിക്കലി ആയിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിയേഷൻസ് ആണ് അവിടെ സംരക്ഷിക്കേണ്ടത്. ദെൻ കോപ്പി റൈറ്റ് പറയുമ്പോൾ നമുക്ക് 60 വർഷങ്ങൾക്ക് മുകളിൽ ഇത് പുതുക്കണം. അതുപോലെ തന്നെ ലൈക്ക് കഥകൾ, സിനിമകൾ, ഇതൊക്കെയാണ് ഒരു ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ രക്ഷിക്കണ ആരെയാണ്? ഇതിലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സൃഷ്ടികളെയാണ്. ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് സൃഷ്ടിച്ച ആളാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പേറ്റൻ്റ് ആണ്. യൂട്ടിലിറ്റി പാറ്റൻ്റ്, അതായത് നമ്മളൊരു ക്രിയേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അത് പ്രവർത്തനമായിട്ടുള്ള ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്രിയേഷനാണ്, നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്രിയേഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലിൽ നൽകുന്ന ഒരു പേറ്റൻ്റാണ് ഏത്? യൂട്ടിലിറ്റി പേറ്റൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മെഷീനുകൾ, അങ്ങനത്തെ മെഷീൻസ്, അതുപോലെ പ്രോസസ്സ്, ഒരു കാര്യം ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോസസ്സ്, അതുപോലെ തന്നെ കെമിക്കൽ കോമ്പോസിഷൻ, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. രണ്ടാമത്തത് ഡിസൈൻ പേറ്റന്റ്, അതായത് ഒരു ക്രിയേഷൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേലിലല്ല അവിടെ പേറ്റന്റ് കൊടുക്കുന്നത്, മറിച്ച് ആ ഒരു ഡിസൈൻ്റെ മേലിലാണ് ആ ഒരു പേറ്റന്റ് കൊടുക്കുന്നത്. ഡിസൈൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു പേറ്റന്റ് കൊടുക്കുന്നത്. ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര്, ബ്രാൻഡ് നെയിം, ഡിസൈൻ, ലോഗോ, അതൊക്കെ. നെക്സ്റ്റ് പ്ലാന്റ് പാറ്റന്റ്, അതായത് ജിയോഗ്രഫിയിലി ആയിട്ടുള്ള വലിയ സസ്യങ്ങളോ അല്ലെങ്കിൽ മനുഷ്യന്മാർ തന്നെ എന്തെങ്കിലും സസ്യങ്ങൾ പുതുതായിട്ടുള്ള സസ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയോ അല്ലെങ്കിൽ കണ്ടെത്തുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ മേൽ നൽകുന്ന ഒരു പാറ്റൻ്റ് ആണ് ഏത്? പ്ലാന്റ് പാറ്റൻ്റ് എന്ന് പറയുന്നത്. മേ ബി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ പാലക്കാടത്തെ മട്ടാരി, അതുപോലെ വലിയ റൈസുകളോ അരികളോ എന്തെങ്കിലും ധാന്യങ്ങളോ എന്നിവ പുതുതായിട്ട് കണ്ടെത്തുകയോ അല്ലെങ്കിൽ പുതുതായിട്ട് ചെയ്യുന്ന അതിനെയാണ് എന്ത്? ഈ ഒരു പ്ലാന്റ് പാറ്റന്റ്. അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് പാറ്റൻസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് റൈറ്റ്സ് ഓഫ് പാറ്റന്റ് ഹോൾഡർ ആണ്. അതായത് പാറ്റന്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ക്രിയേഷൻ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ളൊരു ക്രിയേഷൻ കൊണ്ടുവരുമ്പോൾ അതിന് നൽകുന്ന ഒരു റൈറ്റ്, അവകാശമാണ് എന്ത്? പാറ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാറ്റന്റ് ചില പേരുകൾ ബൈ ചെയ്യുന്നുണ്ട്, ഹോൾഡർ ചെയ്യുന്നു. അപ്പോൾ അത്തരക്കാർക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെ? റൈറ്റ് ടു മാനുഫാക്ചർ, അതായത് ഒരു പാറ്റന്റ് കൈവശം ഉള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുക? ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക? മാനുഫാക്ചർ ചെയ്യാനും പറ്റും. അദ്ദേഹത്തിന് മാത്രമേ ആ ഒരു പ്രൊഡക്റ്റ് അവിടെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ റൈറ്റ് ടു യൂസ്, അതായത് ആ ഒരു പാറ്റന്റ് ഉള്ള പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് മാനുഫാക്ചർ ചെയ്തിട്ട് അവരുടെ കമ്പനിയിൽ തന്നെ അത് അവർക്ക് യൂസ് ചെയ്യാനും പറ്റുന്നു. ദെൻ റൈറ്റ് ടു സെല്ല്, അതായത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ പാറ്റന്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ സെല്ല് ചെയ്യാനും പറ്റും. ദെൻ റൈറ്റ് ടു എക്സ്ക്ലൂഡ് അതേഴ്സ്, അതായത് ഒരു കമ്പനീൻ്റെ പേറ്റൻ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ മറ്റൊരു കമ്പനി എന്ത് ചെയ്യുന്നു? അത് തട്ടിയെടുക്കുക, അതിൻ്റെ ഒരു പാറ്റേണും ഡിസൈനും ഒക്കെ വേറെ രീതിക്ക് ക്രിയേറ്റ് ചെയ്യുക, അവരുടെ സിമിലർ ക്രിയേഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യാം? ഈ കമ്പനികൾക്ക് തടയാൻ പറ്റും. ദെൻ റൈറ്റ് ടു ലൈസൻസ്, അതായത് ഈ കമ്പനികൾക്ക് മറ്റുള്ള കമ്പനികൾക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നു. ചില സാഹചര്യങ്ങളിൽ അവർക്കും കൊടുത്തിട്ട് അവരെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ പറ്റുന്നു. ദെൻ റൈറ്റ് ടു അസൈൻ, അതായത് ഈ ഒരു പാറ്റന്റ് മറ്റുള്ള കമ്പനികൾക്ക് കൊടുക്കാനും പറ്റും, അവർക്ക് നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ദെൻ ഡ്യൂറേഷൻ ഓഫ് റൈറ്റ്സ്, അതായത് ഇങ്ങനെ ഈ ഒരു പാറ്റന്റ് നമുക്ക് 20 വർഷം വരെ നിലനിൽക്കുള്ളൂ. അതായത് നമ്മൾ എന്നാണ് ഈ ഒരു പാറ്റന്റ് ഹോൾഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഡേറ്റ് മുതൽ പിന്നെ 20 വർഷത്തോളം വരെ ഈ ഒരു പാറ്റന്റ്, നമ്മൾ എടുത്ത പാറ്റന്റ്, നമുക്ക് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആ ഒരു 20 years ആണ്.
നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രൊസീജിയർ ആൻഡ് സ്റ്റെപ്സ് ഇൻ പാറ്റന്റ് രജിസ്ട്രേഷൻ. അതായത് പാറ്റന്റ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് ഇൻവെൻഷൻ പ്രിപ്പറേഷൻ. അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രിയേഷൻ നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള ഫലങ്ങൾ എന്തൊക്കെ, ഗുണങ്ങൾ എന്തൊക്കെ, എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. ദെൻ ഫില്ലിംഗ് ഓഫ് പാറ്റന്റ് ആപ്ലിക്കേഷൻ. അതായത് പാറ്റന്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ കൊടുക്കുക. ആ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൽ ഇതിൻ്റെ ഈ ഒരു ക്രിയേഷനെ കുറിച്ചിട്ടുള്ള, ഈ ഒരു വസ്തുവിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ബെനഫിറ്റ്സുകളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. ദെൻ പബ്ലിക്കേഷൻ ഓഫ് അപ്ലിക്കേഷൻ. അങ്ങനെ അദ്ദേഹം ഒരു ഇൻവെൻഷൻ്റെ മേലിൽ അപ്ലിക്കേഷൻ കൊടുക്കുന്നു. അത് 18 മാസങ്ങൾക്ക് ശേഷം പബ്ലിക്കിൻ്റെ മുന്നിൽ അദ്ദേഹം ആ ഒരു ഓഫീസ് പ്രചരിപ്പിക്കും, എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. ദെൻ റിക്വസ്റ്റ് ഫോർ എക്സാമിനേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു ഇൻവെൻഷൻ, പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഇൻവെൻഷന് എക്സാമിനേഷന് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യും. കാരണം ഇത് ശരിക്കും നമുക്കിതിന് പാറ്റന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എക്സാമിനേഷന് കൊടുക്കുന്നു. എക്സാമിനേഷൻ ഓഫ് അപ്ലിക്കേഷൻ. എന്നിട്ട് ഇതെന്ത് ചെയ്യുന്നു, ഫുള്ളൊന്ന് അനലൈസ് ചെയ്യും. ഇതിൻ്റെ ഇത് പുതിയതായിട്ടുള്ളൊരു ക്രിയേഷൻ തന്നെയാണോ, ഇതുകൊണ്ട് നിയമപരമായിട്ട് എന്തെങ്കിലും ഉപകാരങ്ങളുണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് റിപ്ലൈ ടു ഒബ്ജക്ഷൻസ്. അതായത് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഇവർക്ക് ഇതിനെന്തെങ്കിലും ഒരു എതിർപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ക്രിയേറ്റർ എന്ത് ചെയ്യുന്നു, അത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണം. ദെൻ ഗ്രാൻഡ് ഓഫ് പാറ്റന്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു പാറ്റന്റ് ഗ്രാൻഡ് ചെയ്യുന്നു. ഓക്കെ, എല്ലാ കാര്യങ്ങളും ശരിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റന്റ് ഈ ഒരു ക്രിയേറ്ററിന് കൊടുക്കുന്നു. ദെൻ വാലിഡിറ്റി. അങ്ങനെ ഒരു പ്രൊഡക്റ്റിന്റെ മേലൊരു പാറ്റേൺ എടുക്കുമ്പോൾ അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 20 വർഷം എന്നാണോ ആ ഒരു പാറ്റേൺ കിട്ടിയത്, ആ ഒരു ദിവസം മുതൽ 20 വർഷം വരെ അതിൻ്റെ ഒരു വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. നെക്സ്റ്റ് ടോപ്പിക്കാണ് പാറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഇൻഫ്രിഗ്മെന്റ്. ഇൻഫ്രിഗ്മെന്റ് എന്ന് പറയുമ്പോൾ ലംഘനം. അതായത് പാറ്റന്റ് ഇൻഫ്രിഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ഒരു പാറ്റന്റ് ഹോൾഡർ ആയിട്ടുണ്ടാവും, പാറ്റന്റ് ഹോൾഡർ ആയിരിക്കും. അപ്പോൾ അവർക്ക് മാത്രമാണ് ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുന്നതും യൂസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നതും ലൈസൻസ് ചെയ്യാൻ പറ്റുന്നതും അസൈൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ആ ഒരു പാറ്റന്റ് ഉള്ള വ്യക്തിക്ക്, ആ ഒരു പ്രൊഡക്റ്റിന്റെ മേലെ പാറ്റന്റ് ഉള്ള വ്യക്തികൾക്ക് മാത്രമായിരിക്കും. പക്ഷെ വേറെ കമ്പനികൾ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഇവരുടെ സെയിം പ്രൊഡക്റ്റിനെ കോപ്പി ചെയ്തുകൊണ്ട് ആ ഒരു സെയിം പ്രൊഡക്റ്റിനെ പോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്തിട്ട് അത് കമ്പനികളിലും മറ്റുള്ള മാർക്കറ്റിലൊക്കെ വിൽക്കാം. ഒരു എക്സാമ്പിൾ രൂപേണ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാറ്റന്റ് ഹോൾഡർ ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു കമ്പനി ഉണ്ടാകുന്നു, ഇപ്പം മെഡിക്കൽസ് മരുന്നിൻ്റെത്, അവർ പാറ്റന്റ് ഹോൾഡർ ആയിരിക്കും. അപ്പം അവർ വിൽക്കുന്നതിൽ കുഴപ്പമില്ല, കാരണം അവർക്ക് അതിൻ്റെ റൈറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ പാറ്റന്റ് ഹോൾഡർ അല്ലാത്ത ആ ഒരു പ്രൊഡക്റ്റിനെ പോലെ തന്നെ വേറൊരു സിമിലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് വിൽക്കുക, അത് എന്താണ്, പാറ്റന്റ് ലംഘനം, നിയമലംഘനം ആണ്. നെക്സ്റ്റ് ട്രേഡ് മാർക്ക് ഇൻഫ്രിഗ്മെന്റ് എന്ന് പറയുമ്പോൾ അതായത് ഒരു കമ്പനി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കമ്പനീൻ്റെ പ്രൊഡക്ട്സ് ഉണ്ടാവും, അതിൻ്റെ ഡിസൈനുകളും ലോഗോസും പേരുകളും അതിൻ്റെ സിമിലർ ആയിട്ട് വേറൊരു കമ്പനി എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് ഇറക്കുമതി ചെയ്യുക. അപ്പോൾ അവിടെ കസ്റ്റമേഴ്സിന് കൺഫ്യൂഷൻ മേക്ക് ചെയ്യുക. കാരണം ഒറിജിനൽ ബ്രാൻഡിന്റെ സെയിം ബ്രാൻഡിനെ പോലെ തന്നെ സിമിലാരിറ്റി ഉള്ള സെയിം ഒരു ഡിസൈനും ലോഗോസൊക്കെ കൊണ്ടുവരുമ്പോൾ അത് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അതൊരു ട്രേഡിംഗ് മാർക്ക് ലംഘനമാണ്, അതായത് ഇൻഫ്രിഗ്മെന്റ് ആണ്. നെക്സ്റ്റ് റെമഡീസ് ആണ്. ഈ ഒരു ഇൻഫ്രിഗ്മെന്റ് ലംഘനത്തിന്റെ റെമഡികളാണ്. ഫസ്റ്റ് സിവിൽ റെമഡീസ് ആണ്. അതിന് ഇൻജക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കേസ് കൊടുത്തിട്ട്, അതായത് പാറ്റേൺ ഇല്ലാത്ത ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് സിമിലർ ആയിട്ടുള്ള ആ ഒരു പാറ്റേൺ ഉള്ള കമ്പനീൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കോടതിയിൽ, അതിൻ്റെ ഒറിജിനൽ ബിസിനസ്മാർ എന്ത് ചെയ്യുന്നു, കോടതിയിൽ പോയി കേസ് കൊടുത്തിട്ട് അത് കോടതിയിൽ നിന്ന് നിർത്തലാക്കുന്നു. നെക്സ്റ്റ് ഡാമേജസുകൾ, അതായത് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കും. കാരണം ഇവരുടെ പാറ്റേൺ, ഇവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത്രയും കാലം ഇവർ നഷ്ടത്തിലാവും, അതുകൊണ്ട് ഇവർക്ക് ആ ഒരു കോമ്പൻസേഷൻ കൊടുക്കണം. ദെൻ അക്കൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ്, അതായത് ഇവർ പാറ്റേൺ ഇല്ലാതെ മറ്റൊരു കമ്പനീൻ്റെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു സെയിലിംഗ് കുറഞ്ഞത് കാരണം അവർ സെയിൽ ചെയ്ത അത്രയും പ്രൊഡക്റ്റ്, അതായത് നമ്മൾ പാറ്റന്റ് ഇല്ലാത്ത വ്യക്തികൾ സെയിൽ ചെയ്ത അത്രയും പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റ് ഈ പാറ്റന്റ് ഉള്ള കമ്പനിക്ക് കൊടുക്കണം. ദെൻ ഡെലിവറി ഓഫ് ഡെസ്ട്രക്ഷന്, അതായത് അവരിനി എത്രണ്ണം സെയിൽ ചെയ്യാൻ വേണ്ടി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിച്ച് കളയണം. അപ്പോൾ ഇതാണ് സിവിൽ റെമഡീസ്.
രണ്ടാമത് ക്രിമിനൽ റെമഡീസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഫൈൻ അടക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ട്രേഡ് മാർക്ക് മറ്റുള്ള കമ്പനികളുടെ ബ്രാൻഡുകളുടെ ഡിസൈനുകളൊക്കെ മാറ്റിയിട്ട് വ്യാജമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് വലിയൊരു പിഴ തന്നെ കൊടുക്കേണ്ട അവസ്ഥ വരും. ദെൻ ഇംപ്രിസോൺമെൻറ്റ്, അതായത് ജയിൽ തടവ്. വലിയ വലിയ വ്യാജമായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കസ്റ്റമേഴ്സിന് വിൽക്കണേ എന്നുണ്ടെങ്കിൽ അവിടെ എന്തേക്കാരം വലിയ പിഴവുകളും കൊടുക്കും. അതുപോലെ തന്നെ ജയിൽ ശിക്ഷകൾ കുറേ കാലത്തോളം അവിടെ ജയിലിൽ കഴിയേണ്ടി വരും. ദെൻ നെക്സ്റ്റ് സീസർ, അതായത് അവർ വ്യാജമായിട്ടുള്ള പ്രൊഡക്ട്സ് കുറേ ഉണ്ടാക്കി വെക്കുമ്പോൾ അതൊക്കെ നശിപ്പിക്കാനുള്ള റെമഡികളുണ്ട്. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റെമഡീസ് ആണ്. അത് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻസ്, അതായത് ഒരു ബ്രാൻഡിനോട് സാമ്യമായിട്ടുള്ള വ്യാജ ബ്രാൻഡ്, അതായത് ലോക്കൽ ബ്രാൻഡുകൾ അതിൻ്റെ ഡിസൈനുകളിലൊക്കെ ലോക്കലായിട്ടുള്ള ഒരു ബ്രാൻഡ് മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ, അത്തരം ട്രേഡ് മാർക്കിൻ്റെ രജിസ്ട്രേഷനൊക്കെ അവർ ക്യാൻസൽ ചെയ്യും വ്യാജാണെന്ന് അറിയുമ്പോൾ തന്നെ. ദെൻ കസ്റ്റംസ് ആക്ഷൻസ്, അതായത് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കുറേ ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ, ബ്രാൻഡ് അല്ലാത്ത പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കസ്റ്റംസ് പിടിച്ചു വെക്കുക. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് സെർച്ച് ആൻഡ് സീസർ, അതായത് ഇവർ എത്രത്തോളം പ്രൊഡക്റ്റ് മേക്ക് ചെയ്തു അത് സെർച്ച് ചെയ്തിട്ട് അതവിടെ നിർത്തലാക്കാനുള്ള അവകാശങ്ങളും നിർത്തലാക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇങ്ങനെ ലംഘനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെമഡികൾ. നെക്സ്റ്റ് ടോപ്പിക്ക് റൈറ്റ്സ് ഓഫ് ഇൻഫ്രിഗ്മെൻറ്റ് ഹാൻഡ്ലർ ആണ്. അതായത് നഷ്ടം അല്ലെങ്കിൽ ലംഘനം സംഭവിച്ചിട്ടുള്ള ആ ഒരു ഹാൻഡ്ലറിൻ്റെ അവകാശങ്ങൾ. ടു സ്റ്റോപ്പ് ഇൻഫ്രിഗ്മെൻറ്റ്, അതായത് അദ്ദേഹത്തിൻ്റെ അവകാശമില്ലാതെ അദ്ദേഹത്തിൻ്റെ ക്രിയേഷനെ ആരെങ്കിലും തുടർന്ന് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ പോയിട്ട് നിർത്തലാക്കാൻ കഴിയും. ദെൻ ടു ഫൈൽ എ കേസ്, ആ ഒരു കമ്പനീൻ്റെ വ്യക്തിയുടെ മേലിൽ കേസ് ചുമത്താൻ പറ്റുന്നു. ദെൻ ടു ക്ലെയിം പ്രോഫിറ്റ്, അതായത് പാറ്റന്റ് ഇല്ലാത്ത കമ്പനി അല്ലെങ്കിൽ വ്യക്തികൾ മറ്റൊരു കമ്പനീൻ്റെ സിമിലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സെയിം പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുമ്പോൾ അത്രയും കാലത്ത് ആ പ്രോഫിറ്റ് ഇവർക്ക് വാങ്ങാനുള്ള അധികാരമുണ്ട്. ടു ക്ലെയിം കോമ്പൻസേഷൻ, ഇവരുടെ കോമ്പൻസേഷൻ അല്ലെങ്കിൽ പിഴ ഒക്കെ വാങ്ങാനുള്ള അവകാശമുണ്ട്. ടു സീസ് ഇൻഫ്രിഞ്ചിങ് ഗുഡ്സ്, അതായത് അവർ അത്രയും ഉൽപ്പാദിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രൊഡക്ട്സുകൾ നശിപ്പിക്കാനുള്ള അവകാശങ്ങളുണ്ട്. ടു ക്രിമിനൽ ആക്ഷൻ, അതായത് ഫൈൻ അടപ്പിക്കാനുള്ളതും അവരുടെ ജയിലിൽ അടക്കാനുള്ള റൈറ്റ്സും ഇവർക്കുണ്ട്. ടു സോർട്ട് ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട്, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് പോകുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിർത്തലാക്കാനുള്ള അവകാശങ്ങളും ഇവർക്കുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും ടോപ്പിക്കാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 5th മൊഡ്യൂൾ കഴിഞ്ഞു.